ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും ഐസാനെ കൊണ്ട് എൻ്റെ മോളെയും കൊണ്ട് ഡിസ്ചാർജ് ആവലായി. അപ്പൊ ആ ഡേ ഇൻ മൈ ലൈഫ് കാണാട്ടെ ഗൈസ്. ഇതാണ് നമ്മൾ പെരിയാരം മെഡിക്കൽ കോളേജ്. കണ്ട ഗൈസ്, അതിമനോഹരമായ, എനിക്ക് വരാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. കണ്ടോ, ഞാൻ പെരിയാരം മെഡിക്കൽ കോളേജിന്റെ ഒന്നുമില്ല, നമ്മളെ ഇൻഷുറൻസിന്റെ എല്ലാം നൂറട്ട പണിയാണ്. മോളെ വാർഡിലൊക്കെ അടുത്തിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി നടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ വീഡിയോ എടുക്കാന്ന് അങ്ങനെ താഴെ പോയി അവിടുന്ന് ഒരു മെഡിസിൻ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്താ, മെഡിസിൻ കിട്ടില്ല. അങ്ങനെ ഞാൻ ഇൻഷുറൻസ് കൗണ്ടറിലേക്ക് പോയി. ഈ മല കേറി 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 നമ്മളെ കാല് ആയി. ഓക്കെ, ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സത്യത്തെ പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു വ്ളോഗ് പോലെയാണ്, ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല. ഞാൻ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. വാ ഗായ്സ്, ഇതാ നമ്മളെ PICൻ്റെയും NICൻ്റെയും മുമ്പിലിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ഞാൻ നടന്ന് താഴോട്ട് പോകാൻ വേണ്ടി. നിങ്ങൾക്ക് നമ്മളെ ഇതവിടെ നിന്ന് ഞാൻ ചായ കുടിക്കില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാന്നേ. ഞാൻ മോളെ വാർഡിലാക്കി പെട്ടെന്ന് പോയിട്ട് വേഗം മരുന്നും എന്താ ഫുഡാന്ന് വെച്ചാൽ വാങ്ങണം. അതുകൊണ്ട് ഞാൻ ഈ വാക്കറിലെ ഇതിലേ കൂടെ പോക്കില്ലും. അപ്പം ആ സമയത്ത് സെക്യൂരിറ്റിയും കണ്ടല്ലോ നിങ്ങളെടുക്ക്. കാരണം എന്ന് വെച്ചാൽ ലിഫ്റ്റ് വെയിറ്റ് ചെയ്താൽ എന്താവും, അത് വെയിറ്റ് ചെയ്ത് നിൽക്കലേ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൽ ഓടിപ്പോയി ഓടിക്കയറും. എനക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം, എന്താ പറയേണ്ടത് ഗായ്സ്. മുഖെല്ലാം കണ്ട് ഇത് നമ്മളെ എൻട്രൻസ് ആണ്, സെക്കൻഡ് ഫ്ലോർ ആണ്. ഇതാണ് എമർജൻസി. ലിഫ്റ്റിലെല്ലാം ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇതിപ്പോൾ ഞാൻ രാത്രി ആയോണ്ട് വളരെ തിരക്കുറവാണ്. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടിട്ട് താഴെ പോവേണ്. പെരിയാരം മെഡിക്കൽ കോളേജിൽ ഫുഡ് കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. കഴിച്ചൊക്കെ മടുത്തു. ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ മിതമായ രീതിയിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഇതിനകത്തിലെ കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ കോഫി ഷോപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടീ സ്റ്റാൾ പോലെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പെരിയാരം മെഡിക്കൽ കോളേജ് കണ്ടോ, ഇതാണ് പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ നൈറ്റ് വ്യൂ. നിങ്ങളെല്ലാവരും കണ്ടോ. പകൽ ടൈം എനിക്ക് പിന്നെ അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ആൾക്കാർ കൂടുതലായിരിക്കൂലേ. ഇതാണ് നമ്മൾ പെരിയാരം. ഞാനാണ് ഗ്യാപ്പിൽ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഒരു തേങ്ങൻ്റെ ഒരു ബിസ്ക്കറ്റ് എനിക്കത്തെ സാധനം തിന്നുന്നു ഗൈസ്. തിന്നുന്ന തിരക്കിലാണ് ഗൈസ്. പേഴ്സണലി എനിക്ക് പെരിയാരം മെഡിക്കൽ കോളേജ് ഉള്ളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡെല്ലാം ഇഷ്ടമുള്ള ഷോപ്പാണ്. സഹകരണത്തെ കോപ്പറേറ്റീവിൻ്റെ തന്നെയാണ്. അതിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. നീതി മെഡിക്കൽസിൻ്റെ ഇപ്പുറമാണ് വരുന്നത് സഹകരണ ഹോട്ടൽ. അവിടുത്തെ അപ്പം പൊളിച്ചതും ഒക്കെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം ഈ മല കയറുന്നത്. എന്തിനാ ഈ മല കയറുന്നത് അറിയില്ല ഗൈസ്. മല കയറിയും സൂപ്പർ മാർക്കറ്റാണ്. കണ്ട പോകുമ്പോൾ റാമ്പില്ലാന്നെങ്കിൽ ഇപ്പോൾ സ്റ്റെയർ കേസിൽ നടക്കൽ പെട്ടെന്ന് ഐസായിട്ട്. അപ്പോൾ 4th ഫ്ലോർ വരെ സ്റ്റെയർ കേസ് കയറും, എന്നിട്ടാകുമ്പോൾ റാമ്പ് കയറും. അവിടെ സെക്യൂരിറ്റി പിടിക്കും. അപ്പോൾ സെക്യൂരിറ്റി പിടിക്കുന്നതുകൊണ്ട് പാസ് കാണിച്ചു കൊടുക്കാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല ഗൈസ്, മേലോട്ട് കയറാൻ പറ്റില്ല. എന്നാൽ നമുക്ക് പാസ് ഉണ്ടെങ്കിൽ മേലോട്ട്. ഇത് ഓരോരോ ഏണിൻ്റെ ഭാഗം ഇവർ കുറേ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം വെച്ചതാണ് ഗൈസ് കാണുന്നത്. ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി കതച്ച് എന്താ പറയുക. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ 4th ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ 4th ഫ്ലോറിലാണ് സെക്യൂരിറ്റി. പിന്നെ അവരൊരു ഗേറ്റ് ഉണ്ട് ഗൈസ്, ആ ഗേറ്റിലാണ് സെക്യൂരിറ്റി ഇരിക്കൽ. പോകുന്ന ആളോടും വരുന്ന ആളോടും പാസ് ചോദിക്കും. പാസ് ഇല്ലേ ആടെ നിന്നോളാം എന്ന മട്ടിൽ സെക്യൂരിറ്റി നമ്മളെ നോക്കും. കണ്ടോ ഗൈസ്, ഇത് ദൂരത്തുനിന്ന് സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നത് കണ്ടോളൂ. ഇതാണ് ഞാൻ വാങ്ങിയ അപ്പം പൊള്ളിച്ചതും ചിക്കൻ ഫ്രൈ. പൊളിയല്ലേ ഗൈസ്. ഈ കുഞ്ഞിപ്പത്തുമാനെ എടെങ്കും പരിചയമുണ്ടോ?
ഓക്ക് എന്തെങ്കിലും അറിയണം. ഇങ്ങനെ ഉമ്മാരെ മടിയിലിരുന്നാൽ മതി. ഞാൻ വാർഡിലാണ് ഉള്ളത്. കുഞ്ഞിപ്പാത്തുമ്മാൻ്റെ തല കണ്ട, കുഞ്ഞിപ്പാത്തുമ്മ തല ഇങ്ങനെ പൊന്തിക്ക, ആൾ ഉഷാറായി. കുറച്ച് ഭയങ്കര ശ്വാസം മുട്ടെല്ലാം ഉണ്ടായിനി. പക്ഷേ മാഷാ അല്ലാ അൽഹംദുലില്ലാ ICUലൊന്നും ആക്കേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താ 5 ദിവസം കിടക്കേണ്ടി വന്നിനി. ഭയങ്കര കുറുകുറുപ്പാണ് ഉണ്ടായിന്. പക്ഷെ എന്തോ ഒരു സമാധാനമുണ്ട്. ഇപ്രാവശ്യം ICUലൊന്നും ഇറക്കിയ പൊള്ള കണ്ണിച്ചിങ്ങനെ കണ്ണ് ഇങ്ങനെ ഇതാക്കിയിട്ട് കാണുന്നുണ്ടാ. ഇവിടെ ചിന്തിക്കുന്നുണ്ട് ഈ ഉമ്മ എന്തെന്നാ കളി. ഐസക്കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കിടത്തിയിട്ടുണ്ട്. എന്തോ ഒരു സുഖാന്നുണ്ട് ഐസമ്മക്ക്. കൈക്കെല്ലാം കുത്തീനി 2 പ്രാവശ്യം കുത്തിയിട്ടു. ഇപ്രാവശ്യം എന്തോ ഒരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ മോക്ക് 10-20 പ്രാവശ്യം കുത്തുന്നെടുത്ത് ആകെ 2 പ്രാവശ്യം കുത്തിയിട്ടു. ഭാഗ്യം തന്നെ. എന്നാൽ ഈ പ്രാവശ്യം ഭയങ്കര സമയം. ഇതാ നമ്മൾ വാർഡിട്ടാ. അപ്പം ഈ ഞാനെന്തോ ചിന്തിച്ച് എന്നെ നോക്കി, എൻ്റെ മുഖം തന്നെ ഞാൻ നോക്കിയത് എന്താണ് ഇപ്പോൾ പാട്. സത്യത്തിൽ ഞാൻ ചായ വാങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ചായ വാങ്ങിയിട്ട് ആദ്യം ഞാൻ ചായ വാങ്ങല്ല, പാലാണ് വാങ്ങൽ. പാല് വാങ്ങിയിട്ട് ഐസാക്കും കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു പൊടി ഞാനും വാങ്ങി. പിന്നെ പഴം പൊരിച്ചത്. അപ്പം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ ചായ കുടിക്കുന്ന സ്ഥലം കൃത്യമായിട്ടൊന്ന് കണ്ടോട്ടാ. ഇവിടുന്ന് ഞാൻ എപ്പോഴും ചായ കുടിക്കൽ പെരുകാലം വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ ആയതുകൊണ്ട് പഴം പൊരിച്ചതും പിന്നെ ഇത് മാത്രം ഞാൻ ഒരു പഴം പൊരിച്ച വാങ്ങിയിട്ട് ചക്ക വെട്ടിയിട്ടടക്ക തിന്നുന്നുണ്ട് ഗൈസ്. എനിക്ക് ബാക്കിയൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ ഇതെനിക്കത് RBSKൻ്റെ ഇൻഷുറൻസ് കൗണ്ടറിലേക്ക് അങ്ങനെ പോയി അതിൻ്റെ കാർഡെല്ലാം സെറ്റാക്കി. കാരണം ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. ഇതാണ് ഗായ്സ് നമ്മളെ പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പകലത്തെ അവസ്ഥ. എനിക്ക് പിന്നെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ നമ്മളെ വീഡിയോയിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ അവരൊന്നും എടുക്കാത്ത രീതിയിലാട്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നത്. വല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒന്നുമില്ല. ഞാൻ എന്താ ഈ ഈ ഒരു പിന്നെ ഒരു ഇത് വാങ്ങീനി. അതിൻ്റെ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോവുകയാണ് എന്തെന്ന് ഇത് അടിക്കാൻ. അങ്ങനെ തിരിച്ച് ഞാൻ കോഫി ഷോപ്പിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. സംഭവം എങ്ങോട്ടൊരു കോഫി ഷോപ്പിൽ പോയാൽ പോലും അവിടെ ചില ഭാഗത്ത് റേഞ്ച് കിട്ടൂല നമുക്ക്. ഇതാണ് നമ്മൾ പെരിയാരത്തെ ഒരു ചുരുക്കമുള്ളൊരു വ്ളോഗ്. Okay, bye bye guys.